ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി നാളുകളായി ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഫേസ് ടു ഫേസ് ഒരു കണ്ടുമുട്ടൽ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസ്ലേറ്റ് ചെയ്യണമെന്നില്ല. റെസ്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം, വീണ്ടും ഒരു കൂടിക്കാഴ്ച നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമോ, എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്ന്. ഇവിടെ ആദ്യം തന്നെ നമുക്കിവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് കുറച്ച് സമയം കൂടി നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ഒരു കരിയറിൽ ഫോക്കസ് ചെയ്യുവാനായിട്ട് ഇവിടെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ എനർജി ആ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ഇവിടെ ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് എനർജി കൊടുക്കണ്ട. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഈ ഒരു സമയത്തൊന്ന് നല്ല രീതിയിൽ പരിശ്രമിക്കുക എന്നാണ് ആദ്യം ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാകുമോ എന്നുള്ളത്. നമുക്കിവിടെ ഡെവിളും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം വീണ്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഉചിതമായിട്ട് ഇവിടെ കാണിക്കുന്നത്. കാരണം വീണ്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിലോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ചില തരത്തിലുള്ള പ്രയാസങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കരിയറിലൊക്കെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ടൈം ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലും അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരികയാണെങ്കിൽ പഴയ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ഒരു സെൽഫിഷ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കാര്യത്തിന് മുൻപ് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചെറിയ എന്തോ ഒരു നേട്ടം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ആർക്കും തന്നെ ആ ഒരു വ്യക്തി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തോ ഒരു ചെറിയ നേട്ടം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു എനർജി കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വീണ്ടും നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഇവർ തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു ചാടി തൽക്കാലം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു അപ്പോഴത്തെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവർ വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് വരുവാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുമോ, വീണ്ടും ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയും കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വെളിപ്പെടാൻ പോകുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമോ. പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി പല സ്ഥലത്തിരുന്ന് നിങ്ങളെ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ പോസ്റ്റ്, ഇതൊക്കെ അവർ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറിഞ്ഞിരുന്ന് നോക്കുന്ന ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയുവാനായിട്ട് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ അറിയാതെ അന്വേഷിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും അന്വേഷിച്ച് നിങ്ങളുടെ വിവരങ്ങൾ അറിയുവാനായിട്ട് വളരെയധികം ഒരു ആകാംക്ഷ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിലുണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമോ, എന്താണ് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത്. ക്യൂണോ വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്.
ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, മുൻപ് ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു സമാധാനമൊന്നും ഇല്ലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ക്യൂൺ ഓഫ് വാണ്ട്സിന്റെ എനർജിയിലോട്ട് എത്തുന്നുണ്ട്. അതായത് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങളെ ആര് കണ്ടാലും വളരെയധികം ഒരു ആകർഷണം പെട്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങൾ മാറി. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയോ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. മുൻപ് ഒരുപാട് കാലം ഈ ഒരു വ്യക്തി ഉള്ള ഒരു സമയത്ത് കുറച്ച് നിങ്ങൾ വേദനകൾ അനുഭവിച്ച ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിന്നും നിങ്ങൾ മാറിയതിന് ശേഷം എന്തൊക്കെയോ നല്ല ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി ആള് വീണ്ടും നിങ്ങളെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിച്ച് മുന്നോട്ട് പോകണം. അതായത് ഈ ഒരു വ്യക്തിയെ വീണ്ടും തിരഞ്ഞെടുക്കണോ? തിരഞ്ഞെടുത്താൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം തന്നെ ചിന്തിക്കണം. കാരണം പഴയ ആ ഒരു കാര്യങ്ങൾ, പഴയ ആ ഒരു പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മുൻപ് എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാരണത്താലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആയതെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നതായിട്ട് അറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തീരുമാനിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. ഈ ഒരു വ്യക്തിയെ വീണ്ടും ഇനി ജീവിതത്തിലോട്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.